ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ അതിൻ്റെ അപ്ഡേറ്റ്സാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവസാനമായി നമ്മൾ കണ്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ വരെ ഉള്ള അപ്ഡേറ്റാണ്. എൻ്റെ അടുത്തേക്ക് പറഞ്ഞുപോയോ? ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ? എൻ്റെ അടുത്തേക്ക് പറഞ്ഞുപോയോ? ഇന്ന് കാലത്തെ വളരെ രസകരമായി തോന്നിയ ഒരു സീനാണ് ഇത്. ആദ്യം എണീറ്റ് വന്ന കഴിഞ്ഞ് അനീഷ് കിളിയെ വിളിക്കുന്നു. അവിടെ പറഞ്ഞു നടക്കുന്ന കിളി. എൻ്റെ അടുത്ത് പറഞ്ഞുപോയോ? കിളി 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 Oi, Kili. Oi, Kili. Ini yang അങ്ങനെ വിളിക്കുള്ളൂ കേട്ടോ. Oi, Kili. ആയോ പറഞ്ഞു അതിൻ്റെ അടുത്തേക്ക്. Oi, Kili. ബിഗ് ബോസിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മൾ കാണുന്നത് പ്രഭാത ഉണർത്തുപാട്ട് സമയങ്ങൾ, അതാണ് നമ്മുടെ അപ്ഡേറ്റ്സ് വരുന്നത്. അപ്പോൾ ഉണർത്തുപാട്ട് സമയത്ത് നമുക്ക് കാണുന്ന ആൾക്കാരുടെ ആ എനർജി, അവർ പങ്കെടുക്കുന്നവർ, ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ ആ ഒരു എനർജി, അല്ലെങ്കിൽ അവർ ആദ്യം ഉണരുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഒറ്റ പേരേ ഉള്ളൂ, അനീഷ് ആൻ്റണി. അപ്പോൾ അനീഷ് നിത്യകർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അവിടെ പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അദ്ദേഹം പാട്ട് തുടങ്ങുമ്പോൾ ആദ്യം സ്റ്റെപ്പ് വെച്ച് ഡാൻസ് ചെയ്ത് തുടങ്ങുന്നു. മറ്റുള്ളവരൊക്കെ 1 by 1 വരുന്നു. അനുമോൾ ഒക്കെ അടുത്തതായിട്ട് വരുന്ന ഇതിൽ അനുമോളൊക്കെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഉണരുന്ന കൂട്ടത്തിലാണ്. മറ്റ് ആൾക്കാരെ പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ വീക്കായിട്ടുള്ള ആൾക്കാർ, ഈ എനർജി ഇല്ലാതെ ഒരു നെഗറ്റിവിറ്റി തരുന്ന ആൾക്കാരായിട്ട് ഞാൻ പറയുകയാണ്. കാരണം ഉണർത്തുപാട്ട് നടക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അത് എണീക്കുക, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് സ്റ്റെപ്പ് വെച്ച് ഡാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ ആ ഒരു എനർജി സപ്ലൈ ചെയ്യുന്നത് അത് കിട്ടുന്നുണ്ട് നല്ലപോലെ. അത് കൊടുക്കാത്ത ആൾക്കാരൊക്കെയാണെന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഒന്നാമത് എനിക്ക് പറയാൻ സാധിക്കും, നിവിൻ എന്ന് പറയുന്ന അദ്ദേഹം ആദ്യമൊക്കെ നന്നായി അതൊക്കെ ഉണർത്തുപാട്ടിലൊക്കെ വരാറുണ്ടായിരുന്നുവെങ്കിലും സ്റ്റെപ്പ് വെച്ച് വരാനുള്ളത്. ഇപ്പം പുള്ളി വീക്കായിട്ടാണ് കാണുന്നത്, വളരെ ക്ഷീണിതനായിട്ടും അലസനായിട്ടുമാണ് കാണുന്നത്. അതുപോലെ ആര്യൻ സ്ഥിരം അവിടെ അലസത കാണിക്കാറുണ്ട്. ഉണർന്നെണീക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ എത്തുവാനും. ആദ്യമൊക്കെ നമ്മൾ കണ്ട ഈ 36 ദിവസം പിന്നിടുമ്പോൾ ഒരു 15 ദിവസം വരെയൊക്കെയുള്ള എനർജി, 20 ദിവസം വരെയൊക്കെയുള്ള ഉണ്ടായിരുന്ന എനർജി ഇപ്പം ഇല്ലാതെ വന്നിരിക്കുകയാണ് ഇവർക്കൊക്കെ. പിന്നീട് മറ്റുള്ള ആൾക്കാർ 1 by 1 പറഞ്ഞാൽ ഷാനവാസ്, അക്ബർ, ഇവരെല്ലാം വളരെ ലേറ്റായിട്ടാണ് ഡാൻസ് ഗ്രൂപ്പിൽ, ഉണർത്തുപാട്ടിൻ്റെ സമയത്ത് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പറയാവുന്ന കാര്യങ്ങൾ ഇതിനകത്ത്, മറ്റ് കാര്യങ്ങൾ, രാവിലെ എണീക്കുന്ന ഏർലി ബേർഡ്സ് എന്ന കാറ്റഗറിയിൽ പെടുത്താവുന്ന ആൾക്കാർ അനീഷ്, ലക്ഷ്മി, പിന്നെ സബുമാൻ. അദ്ദേഹം ആദ്യം എണീക്കുന്ന കൂട്ടത്തിലാണ്. ഡാൻസ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് കൂട്ടത്തിൽ അദ്ദേഹമുണ്ട് ആദ്യം തന്നെ ഉണർത്തുപാട്ടിൻ്റെ സമയത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത ഈ അവസാനമായി ഉള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഇവരിൽ ഇപ്പോൾ നാളെ, മറ്റന്നാൾ, അല്ലെങ്കിൽ നാളെ എവിക്ഷൻ വരാൻ പോവുകയാണ്. ആരാണ് ഔട്ടാകുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. ഏകദേശം നാളെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന പേരുകൾ ഞാനിവിടെ പറയുകയാണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായ പേരുകൾ. ആര്യൻ എവിക്ഷനിൽ വരാൻ സാധ്യതയുണ്ട്, ആദിൽ വരാൻ സാധ്യതയുണ്ട്, മസ്താനി വരാൻ സാധ്യതയുണ്ട്. പിന്നെ നിവിൻ ഒരു പ്രാവശ്യം പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന് നല്ല ഗെയിമൊക്കെ കളിക്കാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം കളിക്കുന്ന ഗെയിം വളരെ ചീപ്പാണിപ്പോൾ. വളരെ മോശം ഗെയിമാണ് അദ്ദേഹം കളിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ഷാനവാസും നൂറയും കൂടിയുള്ള ഒരു ടോം ആൻഡ് ജെറി ഗെയിം കാണുന്നുണ്ട്. അത് 2 ദിവസമായി അത് കാണുന്നു. അത് സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. ആദിലയുമായി വ്യത്യസ്തമായിട്ട് മാറി നിന്ന് നൂറ കളിക്കുന്ന ഈ ഗെയിം ശരിക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പ്രേക്ഷകർക്ക് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അതിനെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നോ ഷാനവാസ് എന്ന് ഒരു സംശയമില്ല. കാരണം അതുപോലെ തന്നെ നൂറ ആ ഗെയിം ഉണ്ടാക്കി കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ വരുന്നുണ്ട്. കാരണം നൂറ ഒരു രീതിയിലും 2 പ്രാവശ്യമായി ബ്രഷ് എടുത്തു മാറ്റി വിൽക്കുന്നു, അല്ലെങ്കിൽ ബ്രഷ് എടുത്ത് ദുരുപയോഗം ചെയ്യുന്നു. 2 ദിവസമായിട്ട് ഷാനവാസ് നൂറയുടെ ബ്രഷ്
അപ്പോൾ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ അവർ ലൈറ്റായിട്ട് അതൊരു അഗ്രസീവായിട്ടല്ല അവർ ഡീൽ ചെയ്യുന്നത്. രണ്ടുപേരും വളരെ ലൈറ്റായിട്ടും ചിരിച്ചും കളിച്ചുമൊക്കെയാണ്. അപ്പോൾ നൂറ അത് എൻജോയ് ചെയ്യുന്നു, ഷാനവാസും എൻജോയ് ചെയ്യുന്നു. പ്രേക്ഷകരത് എൻജോയ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നൂറ എന്ത് കാരണവശാലായാലും രണ്ടാമത് തവണ ആ ബ്രഷ് മാറ്റിയപ്പോൾ രാവിലെ അവർക്ക് അത് ഒരു ചെറിയ തരത്തിലെങ്കിലും ഒന്ന് ചൂടായി സംസാരിക്കാനോ അല്ലെങ്കിൽ തർക്കിക്കാനോ ഒന്നും അവൾ നിന്നിട്ടില്ല. ഇതവരെ മനസ്സിലാക്കുന്നു അത് ബോറിംഗായി തീരുമോ എന്നൊരു സംശയമുണ്ട്. ഗിസേലിൻ്റെ ആര്യനെ സംബന്ധിച്ചിടത്തോളം ഗിസേലിൻ്റെ ഒരു ഷാഡോ ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അതിപ്പോൾ മാറിയിട്ട് ഒരു ബോഡി ഗാർഡ് പോലെയായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അനീഷ് അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാനുകൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് ഇന്ന് എല്ലാവർക്കും എല്ലാ സമയത്തും അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ നൽകാനുള്ള ആ ഒരു പ്ലാൻ, എന്തെങ്കിലും ടാസ്കുകൾ ഉണ്ടെങ്കിലൊക്കെ പറയാൻ അദ്ദേഹം മുൻപന്തിയിൽ അദ്ദേഹത്തെ വിളിച്ച് ബിഗ് ബോസ് പറയിപ്പിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം കണ്ടത് അദ്ദേഹം എല്ലാവരുടെയും ഗെയിം പ്ലാൻ എന്താണെന്നും അവരിൽ അവരുടെ ശത്രു മിത്രമാരെന്നും ഓരോരുത്തരുടെ പേരും പറയുന്ന ഒരു സീനുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഏകദേശം വ്യക്തമായിട്ടൊക്കെ എല്ലാവരുടെയും കാര്യങ്ങൾ ഒരുപോലെയൊക്കെയാണ് പറഞ്ഞു. സ്വന്തം കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ അദ്ദേഹം മറച്ചു വെച്ചു. അത് അദ്ദേഹത്തിൻ്റെ കാര്യം, കാരണം അത് ബിഗ് ബോസ് ചോദിച്ചിട്ടും അദ്ദേഹം വെളിവാക്കിയിട്ടില്ല. കാരണം ഗെയിം പ്ലാൻ സ്വന്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാളിപ്പോകും. അടുത്ത കാര്യങ്ങളിൽ അത് പറയേണ്ട കാര്യങ്ങളില്ല. ഗെയിം പ്ലാൻ സ്വന്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാളിപ്പോകും. അടുത്ത കാര്യങ്ങളിൽ അത് പറയേണ്ട കാര്യങ്ങളില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കാം. എന്തായാലും അത് നന്നായി എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും അടുത്ത കാര്യങ്ങൾ എങ്ങനെയെന്ന് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. അപ്ഡേറ്റ്സുമായി വരാം. അതുവരേക്കും നന്ദി. വീണ്ടും ചോദിച്ചതിന് ജയ് ഭാരത് മാതാ.